ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചീമച്ചക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീമച്ചക്ക, തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, വേണ്ട പൊടികൾ, ജീരകം, തേങ്ങ, വറ്റൽമുളക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യം. ഇനി നമുക്ക് പണിയിലേക്ക് കിടക്കാം. ഒരു ചൂടായ പാനിലേക്ക് തേങ്ങയും വറ്റൽമുളകും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി മാറുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഈ കളറാകുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിന്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സമയം ദൈവം ഇവിടെ ഒറ്റയ്ക്കിരിക്കായിരുന്നു. ഇനി നമുക്ക് ഇവനെ ശരിയാക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പുളിവെള്ളത്തിന് വേണ്ടി പുളിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചക്ക കൂടി ഇട്ട് നന്നായി ഇളക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് അങ്ങനെ ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് പുളിവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ ചീമച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.